ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 26/6/2024 നമ്മുടെ വെഡിങ് ആയിരുന്നു ഗുരുവായൂരിൽ വെച്ച്. ഹാപ്പി വെഡിങ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ശാസ്തമംഗലത്തെ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെയും പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പം രാവിലെ എണീറ്റ് അവൾക്കൊരു ആനിവേഴ്സറി വിഷസും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് നമ്മുടെ തേയിലുള്ള മയക്കാൻ പോവുകയാണ്. അപ്പം മയക്കില്ലാത്തത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റാത്തത്. പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലിഫ്റ്റിൽ പോകാമെന്ന്. ലിഫ്റ്റ് ചെറിയ 4 കിടക്കണേ ഉള്ളൂ, അത് വരുമ്പോൾ താമസിക്കും, നമ്മൾ പോയി വാങ്ങിച്ചിട്ട് വരാം. ശരിക്കും ഡെലിവറി ഡേറ്റ് ജൂലൈ 13-നായിരുന്നു. പക്ഷേ 8 മന്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇച്ചിരി പെയിന് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അഡ്മിറ്റായി. നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ 2 ദിവസം മുന്നേ, അതായത് 24/6/2025 ഉച്ചയ്ക്കാണ് നമ്മുടെ പ്രിൻസസ് എൻട്രി ആയത്. നേരത്തെ ആയതുകൊണ്ട് തന്നെ ബേബി NICUലാണ്. നമ്മൾ രണ്ടുപേരും കൂടെ കയറി കുഞ്ഞിനെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. അവരുടെ പിന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും ഇവൾക്ക് കയറിയേ പറ്റൂ. ഫീഡ് ചെയ്യിപ്പിക്കുന്നത് ഒരു രാവിലെയും വൈകിട്ടൊക്കെ അവരൊന്ന് വിളിച്ചുകൊണ്ട് പോകും. എന്തായാലും ഇവൾക്ക് കയറി കാണാൻ പറ്റും, എനിക്കൂടെ കയറി കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജനിച്ചിട്ട് അടുത്ത ദിവസം എന്നെ ഇതേപോലെ കയറി കണ്ടു. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ കൈ കഴുകി സാനിറ്റൈസർ ഇട്ട് ഗൗണിട്ടൊക്കെ വേണം കയറാൻ. അതിൻ്റേതായിട്ട് ആയിട്ടുള്ള ഓരോരോ ചെറിയ പരിപാടി. എന്തായാലും അതൊത്തില്ല. ഞാൻ വെളിയിൽ നിന്നിട്ട് അവൾ കയറാൻ പറഞ്ഞു. എന്തായാലും ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം എന്നുള്ള രീതിയിലാണ്. ബേബി ഓഫ് ആര്യ 3rd ഡേ പ്രീ ടൈം കണ്ടോ, NICUലെ ബോർഡ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഇത് കഴിഞ്ഞ് കയറി കാണാൻ പറ്റിയാൽ നമുക്ക് സുന്ദരനായിട്ടിരിക്കണ്ടേ മോളെ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും അങ്ങനെ NICUയുടെ വെളിയിൽ വിളിയും കാത്തതായിരിക്കും. NICUലുള്ള അടുത്ത കുഞ്ഞിൻ്റെ അമ്മ ഫീഡ് ചെയ്യിക്കാൻ വന്നതുകൊണ്ട് എനിക്കെന്തായാലും കയറാൻ പറ്റില്ല. നമ്മൾ കുഴപ്പമില്ല, എന്തായാലും പിന്നെ എപ്പോഴായാലും കയറി കാണാലോ എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നു. കുഞ്ഞിൻ്റെ അകത്ത് കയറിയപ്പോൾ അവൾ കണ്ട വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ട് കുഞ്ഞ് NICUയിലോട്ട് ആദ്യത്തിലാണ്. കുഴപ്പമില്ല. പക്ഷേ വെഡ്ഡിങ്ങിൻ്റെ ഒരു 2 ദിവസം മുന്നേ കുഞ്ഞ് നേരത്തെ വന്നേ ഉള്ളൂ. കുഞ്ഞൊക്കെയാണ്, NICUയിലാണെങ്കിലും കുഞ്ഞൊക്കെയാണ്, എല്ലാം കണ്ടു. അങ്ങനെ ചുമ്മാ കിടന്നപ്പോഴത്തേക്കും അവർ വന്ന് സർപ്രൈസ് പറഞ്ഞ് കുഞ്ഞിനെ നമുക്ക് റൂമിലോട്ട് മാറ്റാൻ ഇന്നു. ഒന്ന് വലിയ സന്തോഷം. കാരണം 26 ഇന്ന് തന്നെ കുഞ്ഞിനെ റൂമിലോട്ട് മാറ്റിയാൽ നമ്മുടെ കയ്യിലോട്ട് കിട്ടുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അങ്ങനെ അടുത്ത വീഡിയോയിൽ കുഞ്ഞിനെയൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ പ്രീമച്വേർഡ് ആയതുകൊണ്ട് അതിൻ്റേതായ ചില കാര്യങ്ങളുണ്ട്. പുറത്താണെങ്കിൽ ഗംഭീര മഴയായിട്ടോ. നമ്മളുടെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ശരിക്കും വണ്ടിയിൽ വരുമ്പോൾ ഗുരുവായൂരിൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴും ഇതേപോലെ ഗംഭീര മഴയായിരുന്നു. സെയിം അതേപോലെ. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ കൂടെ നമ്മുടെ അമ്മോളും കാണും. അപ്പോൾ അതുവരെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹങ്ങളും വേണം. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ടാറ്റ, ബൈ ബൈ, സീ യു.